മകന്റെ തിരോധാനത്തെ ചുറ്റിപ്പറ്റി 13 വർഷമായി തുടരുന്ന ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ഒരു അച്ഛനും അമ്മയും. കണ്ണൂർ പറമ്പായിയിലെ പ്രകാശനും ഭാര്യ മൈഥിലിയുമാണ് ഒരുനാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകനു വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുന്നത്. മുസ്ലിം യുവതിയുമായി ഉണ്ടായ സൗഹൃദത്തിന്റെ പേരിൽ മതതീവ്രവാദികൾ നിഷാദിനെ ഇല്ലാതാക്കി എന്ന സംശയങ്ങളാണ് നിലനിൽക്കുന്നത്. 2012 ഒക്ടോബർ 21 രാത്രിയാണ് നിഷാദിനെ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കെ ആരോ വിളിച്ചുകൊണ്ടുപോയത്. പിന്നീട് ഒരു വിവരവും ഉണ്ടായില്ല. നിഷാദിന് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട യുവതിയുടെ ബന്ധുക്കളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണങ്ങൾ. ഉത്തരം ലഭിച്ചില്ല. 13 വർഷത്തോളമായി കേസന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിനും നിഷാദ് എവിടെയെന്ന് കണ്ടെത്താനായിട്ടില്ല. 13 കൊല്ലമായിട്ട് ഒരു കേസ് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഇത്രയും ഒന്നിക്കലും ഒന്നുണ്ട്, ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നാൽ രണ്ടാളൊന്നും അറിയണം നമുക്ക്. അതുകൂടാണ്ട് നാട്ടുകാർക്കും അഭിപ്രായമുണ്ട്. പക്ഷേ ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ വന്നു പോകുന്നേ ഉള്ളൂ. ഒരു കല്യാണം പറയാൻ വരും, വന്ന് പറഞ്ഞങ്ങ് പോകും പോലീസ്. ഇതിനിടെ 2018 ഒക്ടോബർ 10 ബംഗളൂരു സ്ഫോടനക്കേസിലെ പ്രതി PA സലീമിനെ NIA അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിനിടെ നിഷാദിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ എടുത്തതായി ഇയാൾ വെളിപ്പെടുത്തി. കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായും സലീം മൊഴി നൽകി. പറമ്പായിൽ സലീം ചൂണ്ടിക്കാണിച്ച ഇടങ്ങളിലൊക്കെ ക്രൈംബ്രാഞ്ച് കുഴിച്ചു നോക്കി. എന്നിട്ടും ഫലമുണ്ടായില്ല. കേസിന് പിറകെ നടന്നു വയ്യാതായ നിഷാദിന്റെ അമ്മ പറയുന്നു, മകന് എന്തു പറ്റിയെന്നെങ്കിലും തനിക്ക് അറിയണമെന്ന്. എൻ്റെ മോൻ്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഒരു നീതിമായി താനക്ക്. പിന്നെ ഞാൻ എന്നാ വേണ്ട, ഇങ്ങനെ ഒരു അമ്മക്കും ഇങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് നിൽക്കട്ടെ, അത്രേ എനിക്ക് പറയാൻ പറ്റും. ഒരു പതിറ്റാണ്ടിന് മുകളിലായി മകനെ കാത്തിരിക്കുന്ന ഈ കുടുംബം നീതിയല്ലാതെ മറ്റൊന്നും ഇപ്പോഴും ആവശ്യപ്പെടുന്നില്ല. ജനം, കണ്ണൂർ.